പാലക്കാട് പ്ലാസ്റ്റർ ഇട്ട കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ 2 ഡോക്ടർമാർക്ക് സസ്പെൻഷൻ. ജൂനിയർ റെസിഡന്റ് ഡോക്ടർ മുസ്തഫ, ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സർഫറാസ് എന്നിവർക്കാണ് സസ്പെൻഷൻ. നടപടി പ്രോട്ടോകോൾ പാലിക്കുന്നതിൽ പ്രഥമ ദൃഷ്ട്യാ വീഴ്ച വരുത്തിയത്. മധ്യപ്രദേശിൽ ചുമമരുന്ന് കഴിച്ച് കുട്ടികൾ മരിച്ച സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. 2 വയസ്സുകാരിയുടെ മൃതദേഹം വിദഗ്ധ പരിശോധനയ്ക്കായി പുറത്തെടുത്തു. കേരളത്തിൽ 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കുറുപ്പടി ലഭിച്ചാലും മരുന്ന് നൽകരുത് എന്ന് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ്. നിർദ്ദേശം മരുന്ന് വ്യാപാരികൾക്കും ഫാർമസിസ്റ്റുകൾക്കും. ലഡാക്ക് സംഘർഷത്തിൽ അറസ്റ്റിലായ സോനം വാങ്ചുക്കിനെ മോചിപ്പിക്കണമെന്ന ആവശ്യം. ഭാര്യ ഗീതാഞ്ജലി നൽകിയ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. തടങ്കൽ നിയമവിരുദ്ധവും ഏകപക്ഷീയവും ഭരണഘടനാ വിരുദ്ധവുമെന്ന് ഹർജി. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കും വരെ ജയിലിൽ തുടരുമെന്ന് വാങ്ചുക്. രാജസ്ഥാനിൽ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ 8 രോഗികൾ വെന്തുമരിച്ചു. അപകടം ജയ്പൂരിലെ SMSൽ നിരവധി പേർക്ക് പരിക്ക്. 5 പേരുടെ നില ഗുരുതരം. അപകട കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന പ്രാഥമിക നിഗമനം. ഗാസ സമാധാന പദ്ധതിയുടെ ആദ്യഘട്ട ചർച്ച ഈജിപ്തിൽ. ബന്ദികളുടെ മോചനം പ്രധാന വിഷയം. കരയാക്രമണം തുടർന്ന് ഇസ്രായേൽ. വെടിനിർത്തിയിട്ടില്ലെന്ന് സൈന്യം. അമേരിക്കയിൽ ഷട്ട്ഡൌൺ 6ാം ദിവസം. ധനപ്രതിസന്ധി തുടരാൻ സാധ്യത. ധന അനുമതി ബില്ലിൽ സെനറ്റിൽ ഇന്ന് വീണ്ടും വോട്ടെടുപ്പ്. ഫലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ പേരിൽ കാസർഗോഡ് കുമ്പളയിൽ നിർത്തിവെച്ച കലോത്സവം പുനരാരംഭിച്ചു. വിവാദമായി ഇന്ന് അവതരിപ്പിക്കും. ആരോപണ വിധേയരായ 2 അധ്യാപകരെ മാറ്റി നിർത്തും. വനിതാ ഏകദിന ലോകകപ്പിൽ പാകിസ്ഥാനെ തകർത്ത് ഇന്ത്യ. 88 റൺസിന്റെ ആധികാരിക വിജയം. ക്രാന്തി ഗൌഡ് കളിയിലെ താരം. ക്രാന്തിക്കും ദീപ്തി ശർമ്മയ്ക്കും 3 വിക്കറ്റ് വീതം.